ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2025 മാർച്ച് 5-ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. വിശേഷങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് NSEയിൽ നിന്നുള്ള ഒരു ന്യൂസാണ്. അതായത് നിഫ്റ്റിയുടെയും NSEയിലുള്ള എല്ലാ ഇൻഡെക്സുകളുടെയും എക്സ്പയറികൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം NSEയും BSEയും തമ്മിൽ ഒരു കടുത്ത പോര് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BSE എന്ന ഒരു 2020-21 സമയത്തൊന്നും BSE കാര്യമായിട്ട് നമ്മളുടെ ഒന്നും ചർച്ചാ വിഷയത്തിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എക്സ്പയറിയിൽ അല്ലെങ്കിൽ വീക്കിലി എക്സ്പയറിയിൽ ഒരു കൺട്രോൾ കൊണ്ടുവന്നപ്പോഴാണ് BSE എന്ന ഒരു എക്സ്ചേഞ്ച് എല്ലാവരുടെയും ചർച്ചയിലേക്ക് വന്ന് സെൻസെക്സിൻ്റെ ഓപ്ഷൻസ് എല്ലാവരും ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് BSEയും സെൻസെക്സും ഒരു ട്രേഡറിൻ്റെ മുന്നിൽ തുല്യ പ്രാധാന്യത്തിൽ വന്നു തുടങ്ങി. അപ്പോൾ ഉണ്ടായിരുന്നത് നിഫ്റ്റിയുടെ എക്സ്പയറി വ്യാഴാഴ്ചയും സെൻസെക്സിൻ്റേത് ചൊവ്വാഴ്ചയായിരുന്നു. ആദ്യകാലത്ത് വെള്ളിയാഴ്ചയായിരുന്നു സെൻസെക്സിന്, പിന്നീട് അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഇപ്പോൾ നോക്കുമ്പോൾ ചൊവ്വാഴ്ച എക്സ്പയറി കഴിഞ്ഞ് വരുമ്പോൾ വ്യാഴാഴ്ചത്തേക്ക് വോളിയം കുറവാണ് എന്നൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിന് സെൻസെക്സിൻ്റെ എക്സ്പയറിയുടെ തൊട്ട് മുൻപ് ഒരാഴ്ചയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ എക്സ്പയറി കിട്ടുന്ന വിധത്തിലേക്ക് NSE അവരുടെ എക്സ്പയറി ദിവസം മാറ്റിയിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയും എല്ലാം തന്നെ തിങ്കളാഴ്ചത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതായത് മന്ത്ലി എക്സ്പയറി ആണെങ്കിൽ അത് ലാസ്റ്റ് തിങ്കളാഴ്ച ആയിരിക്കും എക്സ്പയറി വരുന്നത്. സോ ആ രീതിയിൽ ഏപ്രിൽ 3-ാം തീയതി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. സോ നിങ്ങൾ ആൽഗോ അല്ലെങ്കിൽ കോഡിംഗ് ബേസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ എക്സ്പയറിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തേണ്ടി വരും. മാനുവൽ ട്രേഡ് ചെയ്യുന്നവർക്ക് പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ പിക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും BSEയുടെ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പ്രൈസ് കയറിപ്പോയിട്ടുണ്ടായി. ഇപ്പോൾ ഈ ഇടിവിന് തൊട്ട് മുൻപേ 5,000 ഓൾമോസ്റ്റ് 5,000 എത്തിയ ഒരു അവസ്ഥയിലായിരുന്നു. അത്ര നല്ല ഒരു ബൂമിംഗ് ആണ് BSEക്ക് കിട്ടിയത്. എന്തായാലും NSE ഇതുവരെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ NSEയുടെ സ്റ്റോക്ക് പ്രൈസുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, യൂട്യൂബേഴ്സിന് ഒരു ചെറിയ പണിയാണ് കൊടുക്കുന്നത്. കാരണം ഓൺലൈൻ ഗാംബ്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ അവർ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. സോ ഈ മാർച്ച് 19 മുതൽ അത്തരം ഗാംബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് സ്റ്റോപ്പാകും എന്നാണ്. കാരണം ഒത്തിരി ചാനലുകളുണ്ട് ലൈവ് ഗെയിമിങ്ങും ഗാംബ്ലിങ്ങും ഒക്കെ ആയിട്ട് പോകുന്നത്. ഗെയിമിങ്ങിൻ്റെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഗാംബ്ലിങ്ങിൻ്റെത് ഭയങ്കര പ്രശ്നമാണ്. അത് എന്താ പറയുക, ടോസ് ചെയ്യുന്ന ഗെയിം മുതൽ അങ്ങനെ ഒരുപാട് നിങ്ങൾ ആ രീതിയിൽ വീഡിയോസ് കാണുന്ന ആളാണെങ്കിൽ ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് അതിനൊരു അഡിക്ഷൻ വരും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള തോന്നൽ വരും. ആ തോന്നൽ വരാത്തവർക്ക് ഇതൊക്കെ പോയി നോക്കാവുന്നതാണ്. ന്യൂസിൽ ഇന്നലെ ഹൈലൈറ്റ് ചെയ്ത് വന്നതിൻ്റെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബയോകോൺ, കൊഫോജ്, വെർണോവ, പവർ ഗ്രിഡ്, JSW എനർജി, വെൽസ്പൺ സ്പെഷ്യാലിറ്റി, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ വായിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ട്രംപിൻ്റെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം US മാർക്കറ്റിലും നല്ല രീതിയിൽ സെൽ ഓഫ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ശീതയുദ്ധം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ ട്രംപ് നല്ലൊരു കച്ചവടക്കാരനാണ്. അയാൾക്ക് കച്ചവടം അറിയാം. അയാളുടെ പേഴ്സണലി അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അയാൾ തകിടം മറിക്കുകയാണ്. അതിനുശേഷം ഒരു ലോവർ മാർക്കറ്റ് എല്ലാം തന്നെ അതിൻ്റെ ഒരു ലോവർ സൈഡിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രംപ് മാർക്കറ്റിനെ ലോകത്തെ മുഴുവൻ നല്ല വാർത്തകൾ കൊണ്ട് മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവരും. അതോടുകൂടി അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും അവർ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ കമ്മോഡിറ്റിയിൽ ഏതിലായി കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും പ്രൈസ് ഇടിച്ചു കൊണ്ടുവരാണ്. അവിടെ വെച്ച് ലോവർ സൈഡിൽ അവർ ബൈ ചെയ്യും. അതിനുശേഷം തിരിച്ച് പൊക്കി കൊണ്ടുവന്നിട്ട് അവിടെ സെൽ ഓഫ് ചെയ്യും. അതാണ് നോർമലി നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലും ഈ പരിപാടികൾ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അല്ല, മറ്റുള്ള കാര്യങ്ങളിലും ഇത് നടക്കുന്നത് കാണാറുണ്ട്. സോ ട്രംപ് എന്ന് പറഞ്ഞാൽ അയാളുടെ വാർത്തകൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ്. അതിനനുസരിച്ച് ലോകത്തെ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം തകിടം മറിയാണ്. സാധാരണക്കാരന് നഷ്ടപ്പെടുന്നതൊക്കെ അവരുടെ ട്രംപിൻ്റെ കൂട്ടാളികളുടെ പോക്കറ്റിലേക്ക് എത്തും എന്ന ഒരു ഉറപ്പുകൊണ്ടാണ് അയാൾ ഈ രീതിയിൽ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്.
ദെൻ NSEയും BSEയിലും മെയിൻ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് വോളിയം കുറയുന്നത്. മൊത്തത്തിൽ ആക്റ്റീവായിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത്. അത് കാരണം നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നല്ല എവിടെ ആയിക്കഴിഞ്ഞാലും ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഇത്. ഏതെങ്കിലും ഇപ്പോൾ ലാൻഡ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ലാൻഡിൻ്റെ വില കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അവിടെ വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടാവില്ല. എല്ലാവരും കയ്യിലുള്ളത് കുറേ പേര് അവിടെ ഹോൾഡ് ചെയ്തിടും, അല്ലെങ്കിൽ അവർ സെൽ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് മാറും. അതിനുശേഷം ആരും അത് വാങ്ങിക്കാൻ നിൽക്കില്ല. പിന്നീട് പ്രൈസ് മുകളിലോട്ട് കയറി തുടങ്ങുമ്പോഴാണ് ഇതുണ്ടാവുക. അപ്പം നല്ല രീതിയിലൊരു ഡിക്ലൈനാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡാണ്, യൂറോപ്യൻ മാർക്കറ്റ് റെഡാണ്. ഏഷ്യൻ മാർക്കറ്റിൽ നിക്കി, അതായത് ജപ്പാൻ നിക്കിയും ഗ്രീനാണ്. ഹാങ്സങ് മാറ്റമില്ലാതെ തുടരുകയാണ്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന 22,135 ഒരു അരമണിക്കൂർ മുമ്പ് ഉള്ള ഒരു വാർത്തയാണ് ഇനി പറയുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തത് 22,146, ഇന്ന് ഓപ്പൺ ആയത് 22,100 46 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടിയത്. 22,100 ഓപ്പൺ ആയിട്ട് അത് നേരെ 135 കയറി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ മുകളിലോട്ടാണ് മൂവ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ഗോൾഡിന്റെ പ്രൈസ് $2,914 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് ചെറിയ രീതിയിൽ ഇന്നലെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 87 രൂപ 60 പൈസ ഉണ്ടായിരുന്നു, 87 രൂപ 27 പൈസയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ഗ്ലോബൽ ഇവൻസിലേക്ക് വരികയാണെങ്കിൽ US API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഓസ്ട്രേലിയ GDP ഗ്രോത്ത് റേറ്റ്, ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് PMI, ഓസ്ട്രേലിയ GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ, ചൈന കേസിൻ സർവീസസ് PMI, ചൈന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്, ഇന്ത്യ HSBC സർവീസസ് PMI, ഇന്ത്യ HSBC കമ്പോസിറ്റ് PMI, ഇന്ത്യ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, യൂറോ ഏരിയ HCOB സർവീസസ് PMI എന്നാണ്. Then USA ADP employment change, USA ISM services PMI, USA factory orders month on month. ഇത്രയും ഇവൻസുകളാണ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ, പ്രധാനപ്പെട്ട കമ്പനികൾ ഒന്നും തന്നെ ഇല്ല. അതായത് ഞാൻ നിഫ്റ്റി 500 അല്ലെങ്കിൽ നിഫ്റ്റി 200 വരെയും ഉള്ള സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതിലൊന്നും തന്നെയുള്ള ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന മണപ്പുറം എപ്പോഴും കഴിഞ്ഞ മാസം ലാസ്റ്റും അതേപോലെ കുറേ ദിവസങ്ങളായിട്ട് അത് F&O ബാനിലുണ്ടായിരുന്നു. ഇന്നും F&O ബാനിലാണ് വന്ന് കിടക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,405 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,851 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 1,445 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ, FMCG, IT, ഫാർമ, പ്രൈവറ്റ് ബാങ്ക് സെക്ടറുകൾ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് ഓഫ് ഫിൻ സർവീസസ്, മീഡിയ, മെറ്റൽ, PSU ബാങ്ക്, റിയാലിറ്റി ഇതെല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. ദെൻ ETF-ന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ്, ഗോൾഡ് ബീസും മാത്രമാണ് ഇന്നലെ ഒരു ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റി ബീസും ഫാർമ ബീസും ഓട്ടോ ബീസും IT ബീസ് എല്ലാം തന്നെ നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം മാർക്കറ്റ് 20,000 എത്തുമ്പോഴത്തേക്കും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് 20,000 എത്തും എന്ന് പറയുന്നത് എന്നുള്ളത്. അതിനുള്ള ഒരു സംഭവം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ട് ബാക്കി നമ്മുടെ വാർത്തകളിലേക്ക് പോകാം. 20,000 നമുക്ക് കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോകാം. അതായത് 2014 ഒരു ഗ്യാപ്പ്, അതായത് മാർക്കറ്റിൽ 2014 ഏതായിരുന്നു അത്, ഒരു മെയ് 12-ാം തീയതി ഈ മാർക്കറ്റ് ഒരു ബുൾ മോഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാൻഡിൽ കുറച്ചുകൂടി വലുതാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഏകദേശം അധികം പോയിന്റ് ഒന്നുമില്ല, ഒരു 40-50 പോയിന്റ് ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടാണ് മാർക്കറ്റ് ഒരു ബുൾ റൺ. അത് ഒരു സൂചനയാണ് കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബുൾ റണ്ണിനുള്ള തുടക്കമാണ് എന്ന രീതിയിലുള്ള ഒരു സൂചനയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് ഈ ഗ്യാപ്പ്, ഈ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, അവർ തേച്ച് അങ്ങ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് അവർ പണി നിർത്തുന്നതിന് മുമ്പ് അത് വന്ന് അടച്ചിട്ട് പോകും. അതേപോലെ ഇവിടെ വന്നിട്ട് ഇതൊരു നല്ലൊരു മൂവ്മെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും തിരിച്ച് ആ ഒരു ലെവലിലേക്ക് ഒരു ദിവസം അത് ഇറങ്ങി വരിക തന്നെ വേണം. അത് ഫില്ല് ചെയ്തിട്ട് തന്നെ അതിന് പിന്നീട് മുന്നോട്ട് പോകാൻ. പിന്നീട് അത് 2014 കഴിഞ്ഞിട്ട് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ആ ഒരു ലെവലിലേക്ക് അത് വന്നിട്ടുള്ളത്. 2017 2 വർഷം കൊണ്ടാണ്. കാരണം 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ആ നേട്ടങ്ങളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്ത് വീണ്ടും ആ ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് പിന്നീട് ഒരു ബുൾ റൺ തുടങ്ങിയത് അവിടുന്ന് ശരിക്കും.
സോ നോർമലി നമ്മൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് വന്നിട്ട് റീടെസ്റ്റിംഗ് വരും എന്ന് പറയാറുണ്ട്. ആ രീതിയിൽ ഒരു റീടെസ്റ്റിംഗ് അവിടത്തേക്ക് വന്നിട്ടാണ് അത് കയറി പോയിട്ടുള്ളത്. പിന്നീട് പോയ പോക്ക് കണ്ടോ, നല്ല രീതിയിലാണ് അവിടെ നിന്ന് മാർക്കറ്റ് കയറിയത്. ഇവിടുന്ന് വീണ്ടും നമ്മുടെ കൊറോണ സമയത്തേക്ക് മാർക്കറ്റ് താഴെ വീണിട്ട് പിന്നെ കൊറോണ റിക്കവറിയിൽ നമ്മളൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ കാശ് ഉണ്ടാക്കിയ സമയം ഇതായിരുന്നു. പിന്നീട് ആ ഒരു കൊറോണ റിക്കവറിയിൽ മാർക്കറ്റ് വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വലിയൊരു മൊമെൻറ്റം കൊടുത്ത് പോയിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും 16 സംതിങ് ലെവലിൽ അതൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പോയി. അവിടെ നിന്ന് ഈ ഒരു ഗ്യാപ്പ്, ഇത് ഏത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2021 ഓഗസ്റ്റിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഇറങ്ങി വന്നത് 2022 മാർച്ചിന് 6-7 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് ഫില്ല് ചെയ്ത് പോയിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതൊക്കെ പോകും എന്നൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു 2-3 ഒരു വർഷമായെന്ന് തോന്നുന്നു അല്ലേ, 2023 ഡിസംബറിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ വീഡിയോസ് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ്, നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട്, മാർക്കറ്റ് തിരിച്ച് ഇവിടത്തേക്ക് തന്നെ വരും എന്നൊരു കാര്യത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരാൾ എന്നല്ല, ഒത്തിരി പേര് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ 26,000 ഒക്കെ എത്തിയപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു, എന്താണ് ചേട്ടാ തള്ളി മറിക്കുന്നതിനൊരു കണക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞത്, ഇതുവരെയുള്ളത് ഞാനൊരു എന്താ പറയുക പ്രവാചകനൊന്നുമല്ല, ഇതുവരെയും കണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ട് 22,000 വരെയും എത്തിയിട്ടുണ്ട്. ഇവിടുന്നും ഇത് വന്ന് ഇവിടെ ക്രോസ് ചെയ്യുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മാർക്കറ്റ് ഒരു ദിവസം ഇവിടത്തേക്ക് വരിക തന്നെ ചെയ്യും. 20,300 20,500 ലെവലിലേക്ക് വന്ന് ഈ ഗ്യാപ്പിൻ്റെ 20,300ൻ്റെ താഴെ ഇറങ്ങിയിട്ട് മാർക്കറ്റ് പിന്നീട് പോകും. ആ പോകുന്നതാണ് ശരിക്കുള്ള റാലി. അപ്പോൾ നിങ്ങൾ 20,300 ലെവലിലേക്ക് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ലൊരു റാലി പ്രതീക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫർദർ ഫോൾ ആണെങ്കിൽ ഫോള്, അത് മാർക്കറ്റിൻ്റെ തീരുമാനമാണ്. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരിക തന്നെ ചെയ്യും. ഇതാണ് ഞാൻ ഇത്രയും ദിവസം 20,300 എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഇതെന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. സോ അതായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,105-ലാണ്. ദെൻ 130 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇന്നലെ കിട്ടിയത്, 0.59%. ഈ ആഴ്ചയിൽ 89 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് നിഫ്റ്റിക്കുള്ളത്. ഈ മാസവും സെയിമാണ്, 89 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്കുള്ളത്. ഇനി ദിവസങ്ങൾ ഒത്തിരി ബാക്കിയുണ്ട്, അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. ഇന്നലെ എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ദെൻ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR 0.8 ആണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ന്യൂട്രൽ മോഡാണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 22,500 കോൾ സൈഡിലേക്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, 1,40,00,000 ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് 22,000-ലാണ്, 97,00,000 ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ കോൾ സൈഡിലാണ് കൂടുതലും. മാർക്കറ്റ് വീണ്ടും ഫർദർ താഴോട്ട് പോകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിക്സ് വളരെ നല്ലൊരു വാല്യൂലാണുള്ളത്, 13.76-ലാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, 22,105. ഇനി ഇന്നത്തെ CPR നോക്കുകയാണെങ്കിൽ 22,082, 58, 35. നാരോ CPR ഒന്നുമല്ല, ഒരല്പം വൈഡാണ്, എന്നാലും എന്താ പറയുക, എന്നാൽ അധികം ദൂരെയൊന്നുമല്ല ഉള്ളത്. ഇനി നോട്ട് റേറ്റ് സോൺ വന്നിരിക്കുന്നത് 22,040, 22,034. 6 പോയിന്റിൻ്റെ മാത്രം ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. നോട്ട് റേറ്റ് സോൺ വന്നിട്ടുള്ളത് വളരെ ചെറിയ നോട്ട് റേറ്റ് സോണാണ്. CPRും ആ ലെവലിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ന് അടിച്ച് പൊളിച്ച ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് പറയായിരുന്നു. പക്ഷേ ഇന്ന് അത് പറയാൻ പറ്റില്ല. നോട്ട് റേറ്റ് സോൺ നാരോ ആണ്, പക്ഷേ CPR നാരോ അല്ല. എന്തായാലും 22,040 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 22,264 വരെ മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല 22,034 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 21,946 വരെ, 960-ലാണ് 22,000-ൻ്റെ സപ്പോർട്ടുള്ളത്. സോ അത് കട്ട് ചെയ്ത് 21,946-ന് താഴെ ഇന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ ഫോളോ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 22,000-ൻ്റെ ഒരു സപ്പോർട്ട് ലൈനിൽ നിൽക്കുകയാണ്. അത് ഒരു വലിയൊരു ക്യാൻഡിൽ വന്നിട്ട് ഒറ്റ പൊട്ടൽ പൊട്ടി താഴെ ഇറങ്ങണം, അല്ലെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി പോകണം. പക്ഷേ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിക്കണം, മാർക്കറ്റ് താഴോട്ട് വരാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് അങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് വരും എന്ന് കരുതി നിങ്ങളുടെ തീരുമാനങ്ങൾ എന്താ പറയുക വളരെ വ്യക്തമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ
ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. എന്താ പറയുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഒത്തിരി പേർക്ക് ഫ്രീ ട്രയൽ ഓരോ ദിവസവും 25 പേർക്ക് വെച്ച് ഒരു മാസത്തോളമുള്ള 30 ദിവസത്തോളം, അത് റാൻഡമാണ്, അത്രയും ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. ദെൻ അതേപോലെ ഈ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ആദ്യമൊക്കെ ഒത്തിരി പേര് രാവിലെ വീഡിയോസ് കാണുന്നതാണ്, ഇപ്പം വളരെ കുറവ്. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. സംശയങ്ങൾ, ചോദ്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.